കുട്ടി സഖാവിന്റെ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോ 24 മണിക്കൂർ കൊണ്ട് കണ്ടത് 2 മില്യണിലധികം പേരാണ്. ഇതിന് തൊട്ടു പിന്നാലെ മെറ്റ ആ ഒരു വീഡിയോ അങ്ങ് മാറ്റുകയും ചെയ്തു. ഇതോടുകൂടി വലിയ വിവാദമാണ്, സംസാരമാണ്. മറ്റൊന്നുമല്ല, സഖാക്കൾ ഉയർന്നു വരുന്നതിലുള്ള മനോവേദന കൊണ്ടാണ് ഇവരെല്ലാം ഇതിൽ മാറ്റം ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശന് എതിരായ പോസ്റ്റുകൾ മെറ്റ നീക്കം ചെയ്തു എന്നുള്ളൂ. ഈ മെറ്റ നീക്കം ചെയ്തത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പോയത് കൊണ്ടാണ്, കത്ത് ഇടപാടുകൾ നടന്നതുകൊണ്ടാണ് എന്നും ഒക്കെയുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോഴും മെറ്റ പറഞ്ഞത് എന്തായിരുന്നു? സാങ്കേതികമായിട്ടുള്ള പിഴവ് കൊണ്ടാണ് ഇത് നീക്കം ചെയ്തത് എന്ന് പറയുകയും പിന്നീട് ഈ പോസ്റ്റുകളെല്ലാം രണ്ടാമത് വരികയും ചെയ്തു. നമുക്ക് ഒരു കാര്യത്തെ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ളത് തന്നെയാണ്. മെറ്റ എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ്. ആ കമ്പനിയുടെ നയങ്ങൾക്ക് അനുസൃതമായി മാത്രമേ കാര്യങ്ങൾ പോവുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം നമ്മൾ അതിലെല്ലാത്തിനെയും രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ മാത്രമേ, അങ്ങനെ ഒരു വിശദീകരണത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ പോവുകയുള്ളൂ. ഇവിടെ ഈ കുട്ടി സഖാവിന്റെ, മുഹമ്മദ് സിയാൻ എന്നാണ് ആ കുട്ടി സഖാവിന്റെ പേര്, സഖാക്കളെ എന്താ പാട്, സുഖമല്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള രസകരമായ ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് നീക്കം ചെയ്തു. അത് പെട്ടെന്ന് നീക്കം ചെയ്യാനും കാരണമുണ്ടെന്നേ. കാരണം ഇൻസ്റ്റഗ്രാമിന്റെ, അതായത് മെറ്റയുടെ നയങ്ങൾ പ്രകാരം 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് കൈകാര്യം ചെയ്യാനായിട്ട് അനുമതിയില്ല. 8 വയസ്സുകാരനാണ് മുഹമ്മദ് സിയാൽ എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. അതിന്റെ പേരിലാണ് അങ്ങനെ മുഹമ്മദ് സിയാലിന്റെ പേരിൽ അക്കൗണ്ട് പ്രവർത്തിപ്പിച്ചത് കൊണ്ടാണ് മെറ്റ ഇത് നീക്കം ചെയ്തത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുള്ള പ്രധാന കാരണങ്ങളായിട്ട് പറയുന്നത് പ്രായപരിധിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അക്കൗണ്ടുകൾ മാതാപിതാക്കളോ മുതിർന്നവരോ ആണ് കൈകാര്യം ചെയ്യുന്നത് എന്നതുകൊണ്ട് അത് ബയോയിലോ വിവരങ്ങളിലോ ഒക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ഒക്കെ വേണം. അല്ലാത്ത പക്ഷം ഇൻസ്റ്റഗ്രാം അൽഗോരിതം അത്തരം അക്കൗണ്ടുകൾ സ്വയം കണ്ടുപിടിച്ച് തന്നെ നീക്കം ചെയ്യാറുണ്ട്. നമ്മൾ അണ്ടർലൈൻ ചെയ്തത് പറയണം, സ്വയം കണ്ടുപിടിച്ച് നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. വീഡിയോ പെട്ടെന്ന് വൈറലാവുകയും ദശലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും ചെയ്തതോടുകൂടി വ്യാജ അക്കൗണ്ട് എന്നോ പ്രായപരിധി ലംഘിച്ചുവെന്നോ കാണിച്ച് നിരവധി ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളത് ഒരു കാരണമാണ്. ഇനി സാങ്കേതികമായിട്ടുള്ള തകരാറുകളും വരാം. പെട്ടെന്ന് ഒരു അക്കൗണ്ടിലേക്ക് വൻതോതിൽ കാഴ്ചക്കാരും കമന്റുകളും ഒക്കെ വരുമ്പോൾ ഇൻസ്റ്റഗ്രാമിന്റെ സ്പാം ഡിറ്റക്ഷൻ സിസ്റ്റം അക്കൗണ്ട് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷെ നീക്കം ചെയ്തത്. നമ്മളിൽ പലർക്കും തന്നെ അറിയാം, കുട്ടികളുടെയൊക്കെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് പിന്നീട് കാണാറില്ല. അതിന്റെ പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റുമോ ഇത് ആരെങ്കിലും പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളത്? അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പരിപാടികളും നമ്മൾ അങ്ങ് അനിശ്ചിതമായിട്ട് റദ്ദാക്കുകയാണ് വേണ്ടത്. അത് ഉപയോഗിക്കാതിരിക്കുകയാണ് വേണ്ടത്. ഒരു കോർപ്പറേറ്റ് കമ്പനി ആ കോർപ്പറേറ്റ് കമ്പനിയുടെ അൽഗോരിതം ഒക്കെ അനുസരിച്ച്, നിയമാവലി അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തിക്കുന്നതിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുള്ള ഒരു കുട്ടി സഖാവിന്റെ വീഡിയോയാണ്. സത്യത്തിൽ ചെറിയ കുട്ടികളുടെയൊക്കെ വീഡിയോ നമ്മൾ പലപ്പോഴും ഇതൊക്കെ കണ്ടിട്ട് വളരെ രസകരമായിട്ട് നമ്മൾ ആസ്വദിക്കുകയും ചിരിക്കുകയും പല കമന്റുകളൊക്കെ നമ്മൾ പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. നമ്മൾ വീണ്ടും വീണ്ടും ഇതെടുത്ത് കാണുകയും ചെയ്യുന്ന പല റീലുകളും വീഡിയോസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും വരാത്ത ഒരു ബാൻ ഇതിന് വരണമെന്നുണ്ടെങ്കിൽ ഇവരുടെ അൽഗോരിതത്തിന്റെ രീതികൾ തെറ്റിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. മറ്റൊന്ന് ഇവർ പറയുന്നത്, ഈ ബാലസംഘത്തിലേക്ക് 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അംഗത്വം നൽകുന്നത് എന്നാണ് പറയുന്നത്. സംഘടനയുടെ ഒരു സ്വഭാവം, ബാലസംഘത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് കുട്ടികളുടെ കലാപരമായിട്ടും കായികപരമായിട്ടും സാംസ്കാരിക കഴിവുകളൊക്കെ വളർത്താൻ വേണ്ടിയിട്ടും ശാസ്ത്രബോധവും സാമൂഹിക പ്രതിബദ്ധതയൊക്കെ വളർത്താൻ വേണ്ടിയിട്ടും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. ഇനി ഇത് ചേരേണ്ട വിധം കൂടി പറഞ്ഞിട്ട് ബാക്കി കാര്യത്തിലേക്ക് വരാം. പ്രാദേശികമായിട്ട് പ്രവർത്തിക്കുന്ന ബാലസംഘം യൂണിറ്റുകൾ വഴിയോ വാർഷിക അംഗത്വ വിതരണ സമയത്തോ കുട്ടികൾക്കൊക്കെ ഈ സംഘടനയിൽ അംഗമാകാം. നല്ല കാര്യമാണ്. സാംസ്കാരിക ശാസ്ത്ര ബോധത്തിനൊക്കെ ഉണർവ് വരാൻ വേണ്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അതുവഴി ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഒരു കുട്ടി ഒരു
ആ വീഡിയോയിൽ കാണിക്കുന്നത് പോലുള്ള ഒരു ചെറിയൊരു ഷെഡോ എന്താണ് അതിലേക്ക് വന്നിട്ട് സഖാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ രാഷ്ട്രീയത്തെ ഇപ്പോഴേ പരുവപ്പെടുത്തിയ രീതിയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഒരു പക്ഷെ ഒരു എന്താ പറയാ 8 വയസ്സുകാരനാണ്, അവനിലേക്ക് ഒരു കൃത്യമായ രാഷ്ട്രീയ ബോധം വരാനുള്ള സാധ്യതകളൊന്നും ആകാനുള്ള ഒരു സമയമായിട്ടില്ല എന്നുള്ളതാണ് സ്വാഭാവികമായ രീതിയിൽ നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വീഡിയോ ആ കുട്ടികളെ കൊണ്ട് പറഞ്ഞ് എടുപ്പിച്ച് ചെയ്യിച്ചതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു അൽഗോരിതവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരാനും അത് മാറ്റാനുമുള്ള സാധ്യതകൾ വന്നിട്ടുണ്ടാവുക. അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെയും നമ്മൾ ഇപ്പോൾ പറയുന്ന ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പിടിച്ചു പോവുകയാണെങ്കിൽ തൊടുന്നത് മുഴുവനും മെറ്റയെ കൊണ്ട് നമ്മൾ നീക്കം ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവരാരാണോ അവരെ നീക്കം ചെയ്യിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ എല്ലാത്തിനെയും ഏതിനെയും രാഷ്ട്രീയവൽക്കരിക്കുക, അല്ലെങ്കിൽ CPM-ന്റെ ഒരു ഉണർവിനെ ഒക്കെ അതായത് അതിനെയൊക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ ഈ കൊച്ചു കുട്ടിയുടെ വീഡിയോ എടുത്തു വെച്ചിട്ട് ദൈവത്തെ ഓർത്ത് പറയാതിരിക്കുക. ആ കുട്ടിയിൽ എന്താണോ രാഷ്ട്രീയ ബോധം അവൻ വളരുമ്പോഴുണ്ടാകുന്നത് അന്നേരം അത് ഉണ്ടാകട്ടെ, അവൻ അതിന്റെ പാത പിന്തുടർന്ന് പോകട്ടെ. പക്ഷെ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും മെറ്റയുടെ ഒരു നിയമാവലിയിൽ പറയുന്നത് പോലെ ഈ കുട്ടിയുടെയൊക്കെ അക്കൗണ്ട് പ്രവർത്തിപ്പിക്കുന്നത് ആരാണ് എന്നുള്ളത് കൂടി അതിൽ പറയേണ്ടതുണ്ട്, ബയോയിൽ പറയേണ്ടതുണ്ട്. അപ്പോൾ അത് നിയമവിധേയമല്ലാത്ത രീതിയിൽ, മെറ്റയുടെ നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത രീതിയിലുള്ളതായതുകൊണ്ട് തന്നെ ആയിരിക്കണം മാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഈ കുട്ടി തിരഞ്ഞെടുപ്പ് സമയത്ത് പിന്തുണച്ച സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിനെ തുടർന്ന് വാക്ക് പാലിക്കുന്നതിനായി തല മൊട്ടയടിച്ചൊക്കെ സോഷ്യൽ മീഡിയയിൽ സിയാൻ വൈറലായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കുട്ടിയെ കൊണ്ട് അവന് ഈ ചെറിയ പ്രായത്തിലൊക്കെ ഒരു രാഷ്ട്രീയ പരാജയവും വിജയവും ഒക്കെ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രസ്താവിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതിന് മാത്രം ഇവിടുത്തെ എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും നീക്കങ്ങളും അവരുടെ കരുനീക്കങ്ങളും അവരുടെ അജണ്ടകളും എല്ലാം പ്രൊപ്പഗാൻഡകളും എല്ലാം വരുന്ന ഒരു സമയമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിനെല്ലാം വിശകലനം ചെയ്തിട്ട് ഒരു കൊച്ചുകുട്ടി ഇരുന്നിട്ട് അത് ഒരു കൃത്യമായിട്ടൊരു പ്രവചനം നടത്തുക എന്ന് പറയുന്നത് നമുക്ക് അതെന്തോ അതങ്ങടെ ദഹിക്കാത്ത ഒരു സംഭവമാണ് എന്ന് നമ്മൾ പറയില്ല, അങ്ങനെയായിരുന്നു. അപ്പോ വാക്ക് പാലിക്കുന്ന സഖാവ് എന്ന പേരിൽ തന്നെ അന്ന് തന്നെ ഈ കുട്ടിക്ക് ഒരു ടാഗ് ലൈൻ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അക്കൗണ്ട് പൂട്ടിപ്പോയ സംഭവത്തിലും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ കുട്ടി മാത്രമായിട്ടായിരിക്കില്ല സ്വാഭാവികമായിട്ടും ഇതിനെതിരെ പറയുന്നത്, കുട്ടി ആയിരിക്കില്ല ഇത് പറയുന്നതും. ഇതിനെതിരെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളെല്ലാം എടുത്തു നോക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അത് ഇടതുപക്ഷ സംഘടനകളാണ്. അവർക്ക് ഒരു വലിയ രീതിയിൽ ഇത് കിട്ടുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ഹൈപ്പ് കിട്ടുന്ന ഒരു സംഭവമാണ് മെറ്റ നീക്കം ചെയ്തിട്ടുള്ളത്. മെറ്റ അത് നീക്കം ചെയ്തതാണ് സഖാക്കളെ മുഴുവനും ചൊടിപ്പിച്ചിട്ടുള്ളത്. സഖാക്കൾക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്ത് പറയാനും പിടിക്കാനും ഒക്കെ ഉള്ള ആളുകളുണ്ട്. നല്ല ചതുര വടിവൊത്ത ഭാഷയിൽ തന്നെ പറയുന്ന ആളുകൾ നിരവധിയുണ്ട്. അപ്പോ 18 വയസ്സിന് മുകളിലുള്ള ആളുകളെ കൊണ്ട് നിങ്ങൾ ഇത് പറയിപ്പിച്ചാൽ, ഇനി അതൊന്നും വേണ്ട, ഇനി ഒരു 15 വയസ്സ് മുതലുള്ള കുട്ടികളെ കൊണ്ടാണെങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ 8 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ അവന്റെ ആ പ്രായത്തെയെങ്കിലും പരിഗണിച്ച് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് വലിച്ചിഴക്കാതിരിക്കുകയാണ് ഉത്തമം. എന്തായാലും പാർട്ടിക്ക് വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം, അല്ലെങ്കിൽ സഖാക്കൾക്കൊക്കെ ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു അമർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ അമർഷത്തിന്റെ കാരണം എന്ന് പറയുന്നതിന് പിന്നിലും നമ്മൾ പറഞ്ഞതുപോലെ CPM-ന് കിട്ടുന്ന ഒരു ഹൈപ്പാണ് എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു കാര്യം. പക്ഷേ മെറ്റ എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തെ ഡിലീറ്റ് ചെയ്തു അല്ലെങ്കിൽ റിമൂവ് ചെയ്തു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ, അവരുടെ അൽഗോരിതമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമാവലിയൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അത് വന്നിട്ട് പോലും അത് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അത് കണ്ട ഭാവം നടിക്കാതെ, ഇതിനെ ചൊല്ലി തന്നെ ഇനി ഇങ്ങോട്ട് മുന്നോട്ടുള്ള കുറച്ച് നേരങ്ങൾ അല്ലെങ്കിൽ സമയങ്ങൾ, ഇന്നത്തെ ഒരു ദിവസമെങ്കിലും അവർ കൊണ്ടുപോകാനുള്ള നീക്കം എന്ന് പറയുന്നത് അത് തീർത്തും അവരുടെ ഇടതുപക്ഷ സംഘടനയ്ക്ക് യോജിച്ച തരത്തിലുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല.